പ്രോഗ്രാം കണ്ടക്ട് ചെയ്താലും പബ്ലിക്കിന് അനാഥ കുട്ടികളെ പറ്റിയോ അവരനുഭവിക്കുന്ന കഷ്ടങ്ങളെ പറ്റിയോ പൂർണ്ണമായി അറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഓർഫനേജിന്റെ പേരിൽ ഒരു അവയർനെസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് കോളേജ് സ്റ്റുഡൻസ് എല്ലാം ഒന്നു ചേർന്ന് വരുന്ന 11-ാം തീയതി ഇടിയിടിക്കും വാനത്തിലെ മഴ പൊഴിയും നേരത്തിലെ മഞ്ചാക്കുരുവി മൗന പോകുതേ. മഞ്ഞക്കുരുവി എല്ലാം മഞ്ഞ നിനക്ക് മഞ്ഞപ്പത്താ. ഷർട്ട് മഞ്ഞ, വാച്ച് മഞ്ഞ, കർച്ചീഫ് വരെ മഞ്ഞ. അതെല്ലാം പോട്ടെ, കാശ് കൊടുക്ക്, വേറെ ജോലിയുണ്ട്. മഞ്ഞളിനെ പറ്റി പറഞ്ഞവൻ എസ്കേപ്പ് ആവളിയാ. നിക്ക് കാര്യം എന്താന്ന് പറ. കാശ് ഞാൻ നീ തന്നാലും മതി. കൊടുത്താ പോക്കാടാ. താങ്ക്സ് ഡാ, മോന്ത കണ്ടാ മതി. ഉലകണ്ട, നിന്റെ നാവിൽ ആ പെണ്ണിന്റെ പേര് വന്നില്ലെങ്കിൽ എന്താടാ മുഖത്ത് ചാണകം വീണ പോലെ നിൽക്കുന്നത്? എൻ്റെ ചേച്ചി സൂര്യ ഹോസ്പിറ്റലിലാടാ, ഗർഭാശയ ട്യൂമറ. വേദന സഹിക്കാതെ കിടന്ന് പൊളയാടാ. ബ്രദർ സിസ്റ്റർ സെന്റിമെന്റ്സാ. മോട്ടയ്ക്കൊന്നും തന്നാണ്ടല്ലോ, നിനക്ക് പിന്നെ കിക്കുണ്ടാവില്ല. ഫീലിങ്സ് പറയുമ്പോ എന്താണ് തമാശ? നിർത്തറ. ഹോസ്പിറ്റലുകാർ എന്താ പറഞ്ഞേ? പ്രശ്നം ഇനി 4000 രൂപ കൂടി വേണമെന്ന്. കാലത്ത് അണ്ണേ കണ്ടതല്ലേ, വായിൽ എന്ത് വെച്ചോണ്ടിരിക്കുവായിരുന്നു, ചോദിക്കായിരുന്നില്ലേ? ഇതിനു മുമ്പേ കുറെ അഡ്വാൻസ് മേടിച്ചിട്ടുണ്ടാ. അടുത്ത് ചെന്നാൽ തന്നെ അയാള് തുറിച്ചു നോക്കുക. അണ്ണാ ഹോൺ ശരിയായിട്ടുണ്ട്. എത്രേ? വേണ്ടണ്ണ, പറയടാ എത്രയെന്ന്. കാശൊന്നും വേണ്ടേ. എന്താ ഡാഡി, മീനാക്ഷി കോളേജിൽ ഫീൽഡ് വർക്കാ. എന്താ കാര്യം? ഡാഡിക്ക് വേറെ ഒരു ജോലിയില്ലേ? വേണമെങ്കിൽ ഡാഡി തന്നെ ബ്രോക്കറായിട്ട് പോയിക്കോ. സിറ്റിയില് ഒരുപാട് പെൺകുട്ടികൾക്ക് കല്യാണം ആയിട്ടില്ല, പ്രിയയ്ക്ക് കൂടെ ആയിട്ടില്ല. ദേ ഫസ്റ്റ് കസ്റ്റമറുടെ അടുത്ത് സംസാരിക്കും. ഹലോ അങ്കിൾ, അവൾ അങ്ങനെയാ. ഓക്കെ, ഞാൻ നോക്കിക്കോളാം. ഓക്കെ അങ്കിൾ. ചാരു, നീ എന്താ തമാശ കാണിക്കുക? നിന്റെ അച്ഛനല്ലാണ്ട് വേറെ ആരാ നിനക്ക് കല്യാണം ആലോചിക്കുക? ഹലോ ആന്റി, മിണ്ടാതെ വന്നേ. ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുക, നിനക്ക് ഏത് ടൈപ്പ് വരണേ വേണ്ടത്? ദാറ്റ്സ് എ സെൻസിബിൾ ക്വസ്റ്റ്യൻ. സി, എനിക്ക് വരുന്ന ഹസ്ബൻഡ് ടോൾ ആവണം, ഹാൻസം ആവണം, മാച്ച് ആവണം എന്നൊന്നും നിർബന്ധമില്ല. ഒരു മീഡിയം ഹൈറ്റ്, ഗുഡ് ലുക്കിംഗ്, പഠിച്ചവനായിരിക്കണം, നീറ്റ് ആൻഡ് ഡീസന്റ് ആയിട്ട്, എന്നെ എപ്പോഴും കാര്യമായിട്ട് നോക്കുന്നവനായിരിക്കണം. ദെൻ രാവിലെ എഴുന്നേറ്റ് ഈഗോ നോക്കാതെ എനിക്ക് ബെഡ് കോഫി ഒക്കെ ഇട്ട് തന്ന് നിന്റെ ഡ്രസ്സിൽ അയൺ ചെയ്ത് നിന്റെ ഓഫീസിലേക്ക് ലഞ്ച് കൊണ്ടുവന്ന് ഓൾ ദ ബെസ്റ്റ്. നിനക്ക് കല്യാണമേ നടക്കില്ല. വാട്ട്? പിന്നല്ലാതെ നീ പറയുന്ന ക്വാളിറ്റി ഉള്ള ഒരാള് എന്റെ അറിവില് കറക്റ്റ്. ചാരു, എന്ത് പറ്റി? എങ്ങോട്ടാ നീ എന്നെ പിടിച്ചു വലിക്കുന്നത്? ചാരു, സോ സ്റ്റുഡൻസ് എല്ലാരും വരുന്ന 11-ാം തീയതി റാലിയിൽ പങ്കുചേരണം. നിങ്ങൾ വന്നില്ലെങ്കിൽ ആ റാസ്കൽ നോക്കടി. അടുത്ത ക്ലാസ്സിലേക്ക് പോയി. ഓക്കെ, ഞാൻ അവളെ അവിടെ പോയി കണ്ടോളാം. സീ യു, ബൈ. സോറി. എന്ത് വേണം? ആരെടാ നോക്കുന്നേ? ഹലോ, എന്താ വേണ്ടത്? തടി, ചെയിൻ തടി. ഹലോ മിസ്റ്റർ, ഹലോ. വാ വാടാ. എന്റെ അവിടെ എത്തി നോക്കുന്നേ? ഒരു റാസ്കൽ എന്നെ ഫോളോ ചെയ്യുന്നു സാർ. റാസ്കലോ? അവൻ നിന്നെ തന്നെ ഫോളോ ചെയ്യുന്ന എങ്ങനെ പറയാ? ഒരു ലേഡീസ് കോളേജിലെ റൗഡിക്ക് എന്താടി കാര്യം? കറക്റ്റ് ആയിട്ട് എന്റെ സ്കൂട്ടി കണ്ടുപിടിച്ച് വന്നതാ. എന്തൊരു ആര് വളതിനകത്ത് കയറി ലൈനാ? അനിയത്തെ കാണാൻ വന്നതാ. അവള് പറയുന്നത് റാസ്കൽ, നീ പറയുന്ന അനിയത്തിന് എന്തൊരു കഥയാ? കഥയോ? വാടാ. എന്തൊരു ചോദിച്ചതിന് സമാധാനങ്ങൾ പറഞ്ഞിട്ട് പോട്ടെ റാസ്കൽ. അവര് പോയടി. ഒരാണിനെ കണ്ടുണ്ടെ പേടിച്ചോടി. നോക്കി സർ, താങ്ക്സ് എ ലോട്ട്. ഡാഡി, ഷേക്ക് ആവാതെ പിടിക്ക് ഡാഡി. റെഡി? പയ്യൻ നമ്മുടെ ശ്രീനാഥിന്റെ ഡിസ്റ്റന്റ് റിലേഷനാ. സിറ്റിയിലെ ICIC ബാങ്കിലാണ് ജോലി നോക്കുന്നത്. ഞാൻ അവനെ പോയി കണ്ടിട്ടാ വരുന്നേ. ആള് മിടുക്കനാ, നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. അവൻ നിനക്ക് പയ്യനാ മോളെ. അവൻ റാസ്കലാ ഡാഡി. എന്ത്? സോറി ഡാഡി. എന്താ പറഞ്ഞേ? എന്ത് പറ്റി മോളെ നിനക്ക്? ഞാൻ നിന്നോട് കാര്യമായിട്ട് സംസാരിച്ചോണ്ട് വരുന്നു, നീ ആണെങ്കിൽ തിരിഞ്ഞു നോക്കിക്കൊണ്ട് നടക്കുന്നു. ആരെ മോളെ നീ നോക്കുന്നേ? ആരുമില്ല ഡാഡി, വരൂ.
താങ്ക് യു സാർ. താങ്ക് യു. ഹലോ സാർ, ഹൗ ആർ യു? ഫൈൻ. ആ ലാസ്റ്റ് ടൈം ചാരുവിന്റെ ഒരു അലയൻസിനെ പറ്റി പറഞ്ഞിരുന്നു. യെസ് യെസ് ഐ റിമെമ്പർ. ഞാൻ നോക്കുന്നുണ്ട്. സർ, ഡാഡി ഇങ്ങനെ ഓരോന്നും പറഞ്ഞോണ്ടേയിരിക്കും. ഡോണ്ട് ടേക്ക് ഹിം സീരിയസ്ലി. കല്യാണം എന്തിനാ അങ്ങേരോട് ഇങ്ങനെ ജപിക്കുന്നേ? എനിക്ക് പരിചയമുള്ള ആളാ. 4 പേരോട് പറഞ്ഞാലല്ലേ നല്ലൊരു ബന്ധം കിട്ടൂ. നീ ആണെങ്കിൽ എപ്പോ നോക്കിയാലും കല്യാണം വേണ്ട വേണ്ട. Let me settle you today. Come on, Daddy. Come on, Daddy. മോളെ ചാരു, what is this? ഇത് പിടിക്ക്. എന്താ നിനക്ക്? Let him come. എന്താ മോളെ പറ്റിയേ? എന്താണ് കുത്തിയത്? എന്തിനാടാ ഇത് പറയാൻ വന്നേ? കൊന്നുകളഞ്ഞ നിന്റെ പറയുമെന്ന് ആരോട് പറഞ്ഞു? ഈ ലൈബ്രറി വരെ വന്നില്ലേ? എനിക്ക് വരേണ്ട കാര്യമുണ്ടായിരുന്നു. സോറി ഞാൻ ഇവളുടെ അച്ഛനാണ്. അയ്യോ സാർ, ഞാൻ ആരോടും പുറകെ വന്നതല്ല സാർ. എന്തോ തെറ്റിദ്ധരിച്ചാണ്. ഡാഡി, ഇവരോടല്ലേ എന്തിനാ സംസാരിക്കുന്നേ? മര്യാദയ്ക്ക് സംസാരിക്കണേ. ഞാൻ എന്തിനാടാ ഭയക്കുന്നേ? തെമ്മാടി. അടിച്ച് പല്ലു ഒഴുകി ഞാൻ നിന്റെ മൂക്കിൽ തരും. സാർ ആ കൊച്ചിനൊന്ന് വിളിച്ചോണ്ട് പോ സാർ. വാടാ വാടാ തരൂ. പേര് കണ്ടില്ലേ? തെരുവെന്ന് പറയുന്നേ നല്ലത്. നീ ചെരുപ്പെടുത്ത് അടിക്കൂടാ. ഞാൻ അടിക്കൂടാ. സ്റ്റോപ്പ് ഇറ്റ് ചാരു. പബ്ലിക്കിനോട് ഇങ്ങനെ പെരുമാറുന്നേ നാണാവില്ലേ നിനക്ക്? ഞാൻ എന്താ ഡാഡി ചെയ്തേ? അവനല്ലേ ദിവസം എന്നെ വന്ന് ശല്യം ചെയ്യുന്നേ. ഡാഡി പോലും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. അയ്യോ ചാരു, എന്താടാ എന്താ ഇത്? ആ റാസ്കലിനെ ഡെയിലി ഫോളോ ചെയ്യുക. അവനെങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നല്ലോ ഡാഡി. അങ്ങനെയൊന്നും അല്ല മോളെ. സോറിടാ, നീ ക്ഷമിക്കേ. സോറി. It's okay. It's okay. എക്സ്ക്യൂസ് മീ, ആരോ ഫോളോ ചെയ്ത് വന്നെന്ന് കണ്ടില്ലേ സാർ? ആ റാസ്കൽ എന്റെ മോളെ ഫോളോ ചെയ്ത് ഈ ലൈബ്രറി വരെ എത്തി സാർ. ഐ തിങ്ക് യു ആർ മിസ്റ്റേക്കൺ. ഞാനും അവനോട് വരാൻ പറഞ്ഞേ. ലൈബ്രറി കാർഡ് വീട്ടിൽ വെച്ചിട്ടാ വന്നത്. ഞാൻ വീട്ടിലേക്ക് ഫോൺ ചെയ്തപ്പോൾ കാർഡുമായിട്ട് വന്നതാ. നിങ്ങൾക്ക് ആള് മാറിയെന്ന് എനിക്ക് തോന്നുന്നത്. എക്സ്ക്യൂസ് മീ.